छलकने लगा। चांद सा तू जो मुझ में चमकने लगा। आसमां सितारों से छलकने लगा। चांद सा तू जो मुझ में चमकने लगा। रहूं तेरे यूं पास में, बनूं तेरा एहसास में, यार जी लूं अब तेरी हर सांस में। शाम सा तू ढलता, तू सुबह सा है निकलता, तेरे साए में चलती, मैं हूँ साथ तेरे, मैं हूँ साथ तेरे। है यही इरादा, तुझे चाहूं खुद से ज्यादा, दिल से है ये वादा, मैं हूँ साथ तेरे, मैं हूँ साथ तेरे, मैं हूँ साथ तेरे, मैं हूँ साथ तेरे। सीने में तेरे प्यार की उड़ती है पतंगे, उड़ के यूं हवा में मेरा तू आंचल हुआ। भीगी हूँ तेरे साथ मैं बारिशों में तेरी, बिखरी जो मेरी जुल्फ तो तू बादल हुआ। तेरी कारी आँखें मेरे ख्वाब का है दरिया, मैं उतर के इनमें खो गई। है यही इरादा, तुझे चाहूं खुद से ज्यादा, दिल से है ये वादा, मैं हूँ साथ तेरे, मैं हूँ साथ तेरे, मैं हूँ साथ तेरे, मैं हूँ साथ तेरे। तेरे ही लिए रात भी दिन भी मैं गुजारूं, सोए तो तुझे रात भर मैं देखा करूं। मुझ में तू कुछ इस तरह से हो गया है शामिल, धीरे बिन चलूं भीड़ में तो तन्हा रहूं। आएगा कोई नजर आए मुझको तू ही, मैं भी तेरा चेहरा हो गई। है यही इरादा, तुझे चाहूं खुद से ज्यादा, दिल से है ये वादा, मैं हूँ साथ तेरे, मैं हूँ साथ तेरे, मैं हूँ साथ तेरे, मैं हूँ साथ तेरे। നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നേ നിറയുന്നൻ സന്നാമോടെ സ്തുതി പാടിടുന്നേ ദേവാസന്നാമോടെ സ്തുതി പാടിടുന്നേ അന്ത്യവാരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്ദിയുള്ള മകൾ ശക്തി നീയെ നാഥ, അന്തിയുള്ള മകൾ ശക്തി നീ, എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശു
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയാനുപുരാനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയാനുപുരാനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയാനുപുരാനെ ഞങ്ങളോട് ഞങ്ങള് താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ ഇഷ്ടാവേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം വിശുദ്ധമാക്കപ്പെടണമേ. തിരുശോധത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകി തരണമേ. കടക്കാരോട് ശിക്ഷിക്കുന്നത് പോലെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ദോഷം രക്ഷിച്ചോളണമേ. ശക്തിയും മഹത്വവും ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കർത്താവും ദൈവവുമേ, നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ദൈവം ഞങ്ങൾക്ക് തന്ന വിശ്രമത്തിനും പ്രഭാതത്തിൽ ഞങ്ങളെ തട്ടി ഉണർത്തിയതിനുമായി നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ വാത്സല്യ ഭവനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ചാനേശിയിലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ കുടുംബമായി കൂട്ടിച്ചേർത്ത് ദൈവികമായ നന്മകളെ കൊണ്ട് നിറച്ച് അവരുടെ ജീവിത ആവശ്യങ്ങളിലെല്ലാം ദൈവം നല്ല സഖിയായി കൂടെ ഇരുന്നതിനാൽ സ്തോത്രം. ദൈവർക്ക് കുഞ്ഞുങ്ങളെ ദാനം നൽകിയതിനാൽ നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, കുഞ്ഞുങ്ങളുടെ വളർച്ചയിലൊക്കെ ഇന്നുവരെയും കൂടെ ഇരുന്നല്ലോ. പ്രത്യേകമായിട്ട് ജൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ പൈതൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നാൾ മുതൽ ഇന്നുവരെയും സ്വർഗത്തിന്റെ കണ്ണ് അവളെ കണ്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവൾക്ക് നല്ല വളർച്ച അവിടുന്ന് നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഒക്കെ നൽകിയതിനാൽ സ്തോത്രം. പഠിക്കുവാനുള്ള എല്ലാ അവസരങ്ങളെയും ദൈവം നൽകിയല്ലോ. കർത്താവേ, അവളുടെ ചെറിയ പ്രായത്തിലും യൗവന പ്രായത്തിലും ഒക്കെ അവൾ യാത്ര ചെയ്തപ്പോഴും അവൾ ഈ ഭവനത്തിലായിരുന്നപ്പോഴും ദേശത്തായിരുന്നപ്പോഴൊക്കെയും സ്വർഗത്തിന്റെ കണ്ണ് അവളെ കണ്ട് ദൈവം അവളെ പരിപാലിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, നിന്റെ മകളെ കാലാകാലങ്ങളിൽ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ, പ്രത്യേകിച്ച് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ, കാലാകാലങ്ങളുടെ ശുശ്രൂഷ ചെയ്ത പട്ടക്കാർ, എല്ലാവർക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. ആത്മീയവും ഭൗതികവുമായ നന്മകളെ കൊണ്ട് നിന്റെ പൈതലിനെ നിറച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. അതൊക്കെ ഒരു വിജീവനത്തിനുള്ള മാർഗത്തെയൊക്കെ ദൈവം നൽകി നിന്നോളം നടത്തിയല്ലോ. ദൈവമേ, നിന്റെ കാര്യത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിന്റെ മകൾക്കായിട്ട് ഒരുക്കപ്പെട്ട പൈതലിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് വിവാഹോദാശിയുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങുന്നു. ദൈവത്തിന്റെ ബലമുള്ള കരുത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജോസിനായിട്ടും സ്തോത്രം. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ വിവാഹോദാശയിൽ ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണമേ. നേതൃത്വം നൽകുന്നവരെ അനുഗ്രഹിക്കണമേ. കർത്താവ് സകല സ്വർഗീയ സൈന്യങ്ങളുമായി എഴുന്നള്ളി വന്ന് നിന്റെ കുഞ്ഞുങ്ങളെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് ലഭിക്കുന്ന കുടുംബജീവിതത്തിനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു. പരസ്പരം സ്നേഹിക്കുന്നതിനും കരുതുന്നതിനും ക്ഷമിക്കുന്നതിനും പൊറുക്കുന്നതിനും ത്യാഗമനോഭാവത്തോടെ കുടുംബജീവിതം കെട്ടുപണി ചെയ്യുന്നതിനും മറ്റുള്ളവർക്ക് മാതൃകയുള്ള കുടുംബജീവിതം നയിക്കുന്നതിനും തലമുറകളെ വളർത്തുന്നതിനും ഒക്കെ ദൈവം അവർക്ക് ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ തന്നു. ക്രമീകരണങ്ങളെ വാഴ്ത്തണമേ. ഇരു കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെയൊക്കെ വാഴ്ത്തണം. പ്രത്യേകിച്ച് ജൻസിയുടെ മാതാപിതാക്കൾ, കർത്താവെ, ഗ്രാൻഡ് പേരൻസ്, ഇവിടുത്തെ അമ്മച്ചി, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ ദേവാലയത്തിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ദൈവസാന്നിധ്യം കൂടെ എന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വിരുന്ന് സൽക്കാരത്തിലും ദൈവത്തിന്റെ കരുണ കൂടെ ഇരിക്കണമേ. കനാവിലെ കല്യാണത്തിന് കർത്താവ് എഴുന്നള്ളി ഭവനത്തെ അനുഗ്രഹിച്ച് കുറവുകളെ പരിഹരിച്ചതുപോലെ എല്ലാം അനുഗ്രഹമായിരിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ പൈതലിനെ ഞങ്ങൾ വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരുന്ന ആളുകളുടെ അവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നല്ല വഴികളെ ദൈവം തുറന്നു കൊടുക്കണമേ.
നല്ല ആരോഗ്യത്തോടെ, നല്ല ബലത്തോടെ, സന്തോഷത്തോടെ, പ്രസന്നതയോടെ മാതൃകയുള്ള കുടുംബജീവൻ നയിപ്പാൻ നിന്റെ പൈതലിനെ നീ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിന്റെ കുഞ്ഞുങ്ങളെ നീ വാഴ്ത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷകനായ യേശുമശിയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ചതായ വിഷയങ്ങളോട് ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നതിന്റെ മകളോട്, അവൾക്ക് അവർക്കപ്പെട്ട മകളോടും ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളോടും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹിച്ചതിന്റെ ബലപ്പെടുത്തും ലഭിക്കുന്ന കുടുംബജീവിതം സന്തോഷവും അനുഗ്രഹിക്കപ്രദമായി തീരുമാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വാഴ്ത്തുന്നു. സ്വർഗീയം നാഥൻ എന്നോടു ചേർന്നു നിന്നാൽ ഈറൻ കണ്ണിൽ ആനന്ദം. നിരാശ നീങ്ങും സാമീപ്യം നിതാന്തമാ സ്നേഹമെൻ ഭാഗ്യം. അതിനുള്ള നന്ദിയാണിനി ജീവിതം, ഈ ജീവിതം. ഈശോ എന്നും കൂടെ വന്നാൽ ഓരോ നിമിഷവും സ്വർഗീയം. നാഥൻ എന്നോടു ചേർന്നു നിന്നാൽ ഈറൻ കണ്ണിൽ ആനന്ദം. ഇരുളിൽ തെളിയുന്നൊരാമുഖം പുലർക്കാലമഞ്ഞുപോൽ സുഖദം. All my thoughts are fading out, and the fantasy gets closer. Looking out on my rocket ship as I fly away, away. All the bad guys out of sight, got my army by my side. Faster than the speed of light, we fly away, away. From a constellation where I'm a superhero, like I'm in an animation. Life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up. The wind hits my red cape and my arms stretch to the west, passing by a shooting star down to the earth. We are heroes of our time, maybe of a different kind. No one can change our mind, we don't run away, away. From a constellation where I'm a superhero, like I'm in an animation. Life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up.
സകല പരിശുദ്ധരോടുകൂടിയും മാനുഭവാത്ത വാതിലുകളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ പരിസരങ്ങളുടെ സഭകളിലും ഞങ്ങൾ സന്ദർശിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയേറ്റും. Give
Oh,
വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഉയർന്നു 30,000, 40,000, 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മ നിങ്ങൾക്ക് നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീകാര്യോടുകൂടി നിന്നോട് സൈന്യമെന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക സെക്രട്ടറി, വിവാഹ ഉദാശിയുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസ്, പ്രിയപ്പെട്ട ജെൻസി, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ദൈവമക്കള്, കർത്തൃനാമത്തിൽ സ്നേഹവാദ ക്രിസ്തീയ കുടുംബജീവിതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ധന്യമായ ഒരു പദവിയാണ്, ഒരു അനുഭവമാണ്. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം ആദമിനെ സൃഷ്ടിക്കുന്നു. ആദമായിട്ട് കാണുന്നത് ദൈവത്തെയാണ്. ആദാമും ദൈവവുമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ പേരുകളിൽ കാണാൻ കഴിയും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം തക്കതായ ഒരു തുണയെ അവന് വേണ്ടി സൃഷ്ടിക്കും. ആ സൃഷ്ടിപ്പ് പ്രക്രിയ നമുക്കറിയാവുന്ന ഒരു വിശദീകരണമില്ല. അങ്ങനെ സ്ത്രീയെ സൃഷ്ടിച്ചു. അവൾ കണ്ണു തുറന്നു ആദ്യം കാണുന്നത് ദൈവത്തെയാണ്. ആദവും ഹവ്വായും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആ ജീവിതത്തെ ആശീർവദിച്ചത് സർവേശ്വരനായ ദൈവമാണ്. അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പുരുഷൻ ദൈവത്തെ കാണും, സ്ത്രീയും ദൈവത്തെ കാണും. അങ്ങനെ ദൈവത്തെ കണ്ടതായ പുരുഷൻ, ദൈവത്തെ കണ്ടതായ സ്ത്രീ ഒന്നിച്ചു ചേരുന്നതിനെയാണ് ക്രിസ്തീയ വീക്ഷണത്തിൽ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും ചിന്തിക്കണം, അങ്ങനെയൊക്കെ ആണോ ഞങ്ങളായിരിക്കുന്നത്? അങ്ങനെ ആകാത്തതിൻ്റെ തകരാറുകൾ ഇത് വളരെയധികം നമ്മുടെ ക്രിസ്തീയ കുടുംബ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുടെയും മധ്യവർത്തികളായി ഞങ്ങൾ പട്ടക്കാരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും, ആ ജീവിതം പരിശോധിക്കുമ്പോൾ ദൈവത്തെക്കാൾ പ്രാധാന്യം മറ്റ് പല കാര്യങ്ങൾക്കാകുമ്പോൾ അതൊരു പരാജയത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ആരാധന മധ്യയെ ഞങ്ങൾ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണ് എല്ലാ ആശീർവാദങ്ങളും നിങ്ങൾക്ക് നൽകി നിങ്ങളെ ഒന്നിച്ച് ആക്കുന്നു. അതുകൊണ്ട് ബൈബിൾ പറയുന്നുണ്ട്, ഇനി അവർ രണ്ടല്ല ഒന്നത്രേ. അതൊരു ഇൻറ്റിമസിയാണ്, ഒരു ഫിസിക്കൽ ഇൻറ്റിമസി. ഫിസിക്കൽ ഇൻറ്റിമസി മാത്രം പോലെ ഒരു സ്പിരിച്വൽ ഇൻറ്റിമസിയുണ്ട്. ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥന ആയിരിക്കും, അവനാണ് സ്പിരിച്വൽ ഇൻറ്റിമസി എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് കുടുംബജീവിതം ആരംഭിക്കണം. ആ പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും നിന്നു പോകരുത്. അതുപോലെ തന്നെ ആരാധനാ ജീവിതമുണ്ട്, അതിനും നിങ്ങൾ പ്രാധാന്യം നൽകണം. ദൈവവചനം നിങ്ങൾക്ക് നിങ്ങളുടെ കരങ്ങൾ കൂട്ടി ചേർത്തുകൊണ്ട് ഇവിടെ ഏവെങ്കിലും വായിക്കും. അതാണ് ചേർത്ത് അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബജീവിതം കെട്ടിക്കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള കുടുംബജീവിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അങ്ങനെയുള്ള കുടുംബം നമ്മുടെ ഇടവകളിലും ഇടയിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രതീകം, ഒരു പതിപ്പ് എന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മളെല്ലാം കല്യാണത്തിന് ക്ഷണിക്കുന്നത് പല ഉദ്ദേശങ്ങളായിരിക്കാം. എന്നാൽ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരമാണ്. അത് നിങ്ങളുടെ ഇത്രയും പേരുടെ പ്രാർത്ഥന, ഞങ്ങളുടെ പട്ടക്കാരുടെ പ്രാർത്ഥന എല്ലാം ഇവർക്ക് ലഭിക്കുമ്പോൾ ഇവരനുഗ്രഹിക്കുന്ന കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും മൂല്യമുള്ളതും ദൈവത്തിന് പ്രസാദകരമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു പ്രാർത്ഥനയുടെ ഉച്ചിരിപ്പാനായിട്ട് നിങ്ങൾക്കിടയാകണം എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. നിങ്ങളെ എത്രത്തോളം വളർത്തി വലുതാക്കി നിങ്ങളുടെ പേരൻസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച സൺഡേ സ്കൂളുകളുണ്ട്, ദൈവജനം അവിടെയാണ് പഠിക്കാൻ അവസരം കിട്ടുന്നത്.
പിന്നെ നിങ്ങളുടെ അക്കാഡമിക്കായിട്ട് പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള അനേകരുടെ സഹകരണവും സഹായവുമാണ് നിങ്ങൾ പ്രൊഡ്യൂസിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് നിങ്ങളായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തിലുള്ളതായ ആശ്രയത്തിൽ നിങ്ങളുടെ ജീവിതം വിജയപ്രദമായിട്ട് തീരണം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ പട്ടക്കാരുടെ പേരിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഈ കല്യാണത്തിന് നിങ്ങളുടെ പിതാവ് എന്നെ വന്ന് ക്ഷണിച്ചപ്പോൾ ഞാനിവിടെ 5 വർഷം വികാരിയായിട്ട് ഇരുന്ന ആളാണെങ്കിലും ആരെ എന്താ ഒരു പക്ഷേ കൊച്ചു കുട്ടിയൊക്കെ ആയിരിക്കാം ജനിച്ചിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ലായിരിക്കാം. എനിവേ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിച്ചു. ഇത് രാവിലെ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലെ ഒരു വിഷയം നിങ്ങളായിരുന്നു. ഞാൻ അന്വേഷണമായിട്ട് പറയുന്നതാണ്. എന്നെ ആര് കല്യാണത്തിന് ക്ഷണിച്ചാലും ഏത് പ്രോഗ്രാം ക്ഷണിച്ചാലും അതെൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയമായിരിക്കും. ഇങ്ങനെ പ്രാർത്ഥനയോട് മാത്രമേ ഒരു ക്രിസ്തീയ കുടുംബ ജീവിതം അനന്തപ്രദമായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന മക്കളുടെ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം തലകളെ വണക്കി പ്രിയപ്പെട്ട ജോസിന്റെയും ജെയ്സിയുടെയും കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ
സന്തോഷങ്ങൾക്ക് ഞങ്ങളെ നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെ അവരുടെ ഇടയിൽ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രം കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബക്കുൽ സുബ്ഹാനൽ പിതാക്കന്മാരെ അനുഗ്രഹിച്ചതായ ദൈവത്തിന്റെ അനുഗ്രഹം ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ നവദമ്പതികളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന അവസരത്തിൽ അവരത് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി തങ്ങളെ തന്നെ വണങ്ങി കുരിശിൻ്റെ അടയാളം വരയ്ക്കേണ്ടതാണ്. ജനങ്ങൾക്ക് ദൈവകൃപ ചെയ്യണമേ എന്ന് ഗായക സംഘത്തോട് ചേർന്ന് പാടാവുന്നതും അത്രയും. നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നിർവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂപമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുൽ സുബ്ഹാനൽ സംഭവിച്ച് മാനവാത്ത നല്ല മഹിമയെ
മണവാളനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നതിനുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തന്റെ അടിയാരുടെ കിരീടം മഴയുടെ ശുശ്രൂഷപ്പെടുന്നതിനും നമ്മുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും തനിക്ക് യോഗ്യമായിരിക്കുന്നു. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിലയിലോടും കൂടെ തന്നെ മഹത്തീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ച് ഇളകുകയും അവർണ്ണനീയമായ തന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന് നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദയയുടെ ചിറയിൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടെ ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായം ഉണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നവരുമായിരിക്കുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാർശ്വത്തിലേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണയുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവരും മനുഷ്യരെ സ്നേഹിക്കുന്നവരും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ഹോശോ ബബുക്കുൽ ും
നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യാതിരിക്കും. മനുഷ്യാസനങ്ങൾ നിന്നേക്കുന്നതായിരിക്കും. ശ്രീലങ്കക്കാരൻ പോലെ ഭക്തന്മാർക്ക് അറിയപ്പെട്ടിരിക്കും. ഇന്നുണ്ടായ വിശേഷങ്ങളിലും വിശ്വസിക്കുന്നതാകുന്നു. സുമശിവാഴ്ചകളുടെ കാര്യങ്ങൾ ഭക്തന്മാർക്ക് സ്വാതന്ത്ര്യപ്പെട്ടിരിക്കും. ശ്രീമതിമായ സ്നേഹിക്കും നിശ്ചയം സന്ദേശത്തിൽ നിരസനാൽക്കാർ പാക്കുവാനും മഹത്വമുള്ളതായും മാനവിക സമയമില്ലാതെ സഹായിക്കുവാൻ നിങ്ങൾ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവന്റെ ജീവനുള്ള പ്രസംഗമായ നമ്മുടെ താവേശ്വശയുടെ വിശുദ്ധായ പേരിയോ കാലത്ത് ഇപ്രകാരം ഉപദേശിച്ചു. ഈശ്വരനായി വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ യാത്ര പുറപ്പെട്ടു. യോർദ്ദാന്റെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്ന് അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവരെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തരവന്റെ ഭാര്യ അപേക്ഷിക്കാൻ ന്യായമാകുന്നെന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തുവെന്നും ഉള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും വഹിക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം അർച്ചനയിൽ നിന്നിറങ്ങി മണവാളൻ തൻ ശിരസിന്മേൽ കഹനോടി ചൂടുന്നു.
സ്വർഗീയ മണവാളനാകുന്ന മിശിഹ സത്യത്തിന്റെ മണവാളുകൊണ്ട് നിങ്ങളുടെ മണവാളനെ മുദ്രയിടട്ടെ. മിശിഹ തന്റെ സഭയെ സന്തോഷിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ താമസിച്ച് സകല ഉപദ്രവത്തിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോടുകൂടെ നിന്ന് ആകർഷയുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം,
ആയിരിക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികം നമ്മെ കരമേൽപ്പിച്ചതുമായ ഒരു നല്ല പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയയിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും നാം ഉറപ്പായി കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ എവങ്കേലിയുടെ മുൻപാകെയും ഈ യോഗത്തിൻ്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവരുടെ മുൻപാകെയല്ല അറിയുന്നവൻ്റെ മുൻപാകെ അത്ര നിൽക്കുന്നതെന്ന് കരുതിക്കൊള്ളുകയും ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യാമെന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശംശാനന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളിൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്നാവശ്യം വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിലിരിക്കാൻ ന്യായമാവുന്നു എന്ന് ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളണം എന്നുള്ള ഈ കൽപ്പന നിങ്ങളോടെല്ലാവരോടും ആകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനി അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായം ആകുന്നുവല്ല. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഞങ്ങൾക്ക് വാത്സല്യമുള്ള പ്രിയപ്പെട്ട ജോസഫ് ജെൻസി, ഇന്ന് മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബ ജീവിതം ഒരു വലിയ ചുമതലയും ഒരു വലിയ പദവിയുമാണ്. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്നത് കുടുംബ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വിധാനമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കും. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഈ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ വളർന്നവരാണ്. ഈ ദേവാലയത്തിലെ യുവസംഘം, സൺഡേ സ്കൂൾ, ഗായകസംഘം എല്ലാറ്റിലും പ്രവർത്തിച്ച് സഭയുടെ നല്ല വൈകല്യത്തിൽ വളർത്തപ്പെട്ടവരാണ്. ഇന്ന് നിങ്ങൾക്ക് സഭയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ബഹുമാനപ്പെട്ട സ്ഥാപിച്ചിട്ടുണ്ടാകും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കൃതിയാണ്. നിങ്ങളുടെ വീട്ടിൽ വേദപുസ്തകം ഇല്ലാത്തതുകൊണ്ടല്ല നൽകേണ്ടത്. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനം തന്നെയാണ്. അതുകൊണ്ട് തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഒരുമിച്ച് പള്ളിയാരാധനയെ സംബന്ധിക്കണം. വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം. പണം, സമയം, കഴിവുകയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരങ്ങളെന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേദിക്കുമായി വേർതിരിക്കണം. ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് മക്കളെ നൽകും. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയും അനുഗ്രഹവും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആശീർവാദത്തിനായിട്ട് എല്ലാവർക്കും എഴുതേണ്ടത്. ഭൂമി സൃഷ്ടിച്ച കർത്താവിനെ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി അനുഗ്രഹം സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും
ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ള ഏകതയും ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. I found a love for me. Well, darling, just dive right in and follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Well, darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass. We're listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it. Darling, you look perfect tonight. Well, I found a woman stronger than anyone I know. She shares my dreams. I hope that someday I'll share her home. I found a love to carry more than just my secrets, to carry love, to carry children of our own. We are still kids, but we're so in love, fighting against all odds. I know we'll be alright this time. Well, darling, just hold my hand, be my girl, I'll be your man. I see my future in your eyes. Baby, I'm dancing in the dark with you between my arms, barefoot on the grass, listening to our favorite song. When I saw you in that dress, looking so beautiful, I don't deserve this. Darling, you look perfect tonight. Baby, I'm dancing in the dark with you
नशा पहला खुमार पहला नशा पहला खुमार नया प्यार है नया इंतजार कर लूं मैं क्या अपना हाल ऐ दिले बेकरार मेरे दिले बेकरार तू ही बता पहला नशा पहला खुमार ഈ ദിവസത്തിൻ്റെ ഈ മനോഹരമായ സമയത്ത് സന്ധിക്ക് കഴിയുന്നവർക്ക് ചേർന്ന് വരുവാൻ നൽകുന്ന ഭാഗ്യത്തിനായ സ്തോത്രം. കർത്താവെ, ഓരോ കുടുംബത്തിൻ്റെയും നാഥനീയാകുന്നവരും പ്രത്യേകമായിട്ടും പ്രിയ ജോസ്മോനെയും അതുപോലെ തിൻസിയതിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമ കുടുംബമായി നീ അവരെ സംയോജിപ്പിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. നിന്റെ സന്ധിയിൽ കർത്താവിൻ്റെ മക്കൾ അധികമായി ബലപ്പെടുവാൻ തക്കവണ്ണം കുടുംബമായി ഫലപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ഞങ്ങളെല്ലാവരെയും നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് കർത്താവെ നൽകി തന്ന ഭക്ഷണ പദാർത്ഥങ്ങളുമായി ഞങ്ങളെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഭക്ഷിച്ച് ബലപ്പെട്ട് നിനക്കായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് വന്നുവാനാകണമേ.
കനവിലഴകെ താരമരികെ പിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ വാർത്തിങ്കളെ നാണിച്ചു നീ ചാഞ്ഞോ വിൻപായയിൽ വാസന്തമേ മോഹിച്ചു നീ വന്നോ വാതിൽക്കല സ്വരനിലാ മുരളികയായി നീ ഉണരുമൻ കനവുകളിൽ തരളമായി മധുരിതമായി വാർത്തിങ്കളെ നാണിച്ചു നീ ചാഞ്ഞോ വിൻപായയിൽ നാട്ടുകിളി നിന്നോടെന്തോ കുഞ്ഞു കളിയോതും നേരം നിന്റെ കരളിൽ എന്റെ മുഖവും മിന്നി മറയും. നാട്ടുകിളി നിന്നോടെന്തോ കുഞ്ഞു കളിയോതും നേരം നിന്റെ കരളിൽ എന്റെ മുഖവും മിന്നി മറയും. മഴ നനവേൽക്കും പൂക്കളായി മിഴീണ എറിയണ നോക്കുകൾ മടിയിലുറങ്ങും രാവിലോ തൂവൽ മഞ്ഞൊഴിഞ്ഞു നമ്മെ സൂര്യതിരിനാളം താഴും സന്ധ്യയതിൽ ഞാനും നീയും ചില്ലുവെയിലും കായലലയും പോലെ അലിയും. സൂര്യതിരിനാളം താഴും സന്ധ്യയതിൽ ഞാനും നീയും ചില്ലുവെയിലും കായലലയും പോലെ അലിയും. ഇതളണിയും നിളം ചെമ്പകം ചൊടിയിണയണിയുമാ പുഞ്ചിരി ൂരാക്കിളി ഒരു കൂടുമേഞ്ഞു കാക്കാം. ചേരുന്നോ ജീവനെ നെഞ്ചിൽ നെഞ്ചലിഞ്ഞുവോ സ്നേഹമേ കൂടെ കാവലായി
വാർത്തിങ്കളെ നാണിച്ചു നീ ചാഞ്ഞോ വിൺപായയിൽ വാസന്തമേ വാസന്തമേ മോഹിച്ചു നീ വന്നോ വാതിൽക്കലായി സ്വരനിലാ മുരളികയായി നീ ഉണരുമെൻ കനവുകളിൽ തരളമായി മധുരിതമായി പാടൂ നീ എന്നീണമായി ചേരുന്നോ ജീവനേ നെഞ്ചിൽ നെഞ്ചലിയുമോ സ്നേഹമേ കൂടെ കാവലായി പോരില്ലേ പാതയിൽ കയ്യിൽ കൈ കൊരുത്തിടാം तेरी मेरी गल्लाए होगी मशहूर करना कभी तू मुझे नजरों से दूर किथे चलिए तू किथे चलिए तू किथे चलिए जानदा है दिल ये तो जान दिया तू तेरे बिना मैं न रहूं मेरे बिना तू किथे चलिए तू किथे चलिए तू किथे चलिए काटू कैसे राता हो सावरे जिया नहीं जाता सुन बाबरे के राता लंबे आ रे कटे तेरे संगे आ रे के राता लंबे आ रे कटे तेरे संगे आ रे चम 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 अंबरां दे तारे कहंदे ने सजना तू ही चन मेरे इस दिल दा मन लवे सजना तेरे बिना मेरा होवे ना गुजारा छड़ के ना जावी मैनू तू ही है सहारा काटू कैसे राता हो सावरे जिया नहीं जाता सुन बाबरे के राता लंबे आ रे कटे तेरे संगे आ रे के राता लंबे आ रे कटे तेरे संगे आ रे मशहूर करना कभी तू मैनू नजरों से दूर पीछे चलिए तेरे पीछे चलिए तेरे पीछे चलिए जानदा है दिल ये तो जान दिया तू तेरे बिना मैं न रहूं मेरे बिना तू किथे चलिए तू किथे चलिए तू किथे चलिए काटू कैसे राता हो सावरे जिया नहीं जाता सुन बाबरे के राता लंबे आ रे कटे तेरे संगे आ रे के राता लंबे आ रे कटे तेरे संगे आ रे संगिया रे के राता लंबे
washed us all clean, washed us all clean with thy precious blood, with thy precious blood. Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word.